ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്രിസ്തീയ പക്വത വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവഹിതപ്രകാരം പക്വതയുള്ളതായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, അതുപോലെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കുന്ന തീരുമാനമെടുക്കുവാൻ നമുക്ക് പക്വതയുണ്ട് എന്നുള്ളത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം, അതിൻ്റെ 1-ാം ലേഖനം, അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുന്ന 8 മുതലുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ നമ്മളോട് പറയുന്നതായിരിക്കുന്ന 2 വിഷയങ്ങൾ ഉണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചു വന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ വ്യക്തിപരമായിട്ടും സമൂഹമായിട്ടും സഭയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ ധാർമ്മികതയെ നിയന്ത്രിക്കുന്നത് നിയമങ്ങൾ അല്ല. നമ്മുടെ ധാർമ്മികതയെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയതായിരിക്കുന്ന കുറേ ചട്ടങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല നമ്മുടെ ധാർമ്മികതയെ നിയന്ത്രിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഓരോ സന്ദർഭങ്ങളിൽ ദൈവവചനത്തിനനുസൃതമായിരിക്കുന്ന തീരുമാനമെടുക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ശരി തെറ്റ് എന്ന് വ്യക്തമായി പറയാത്ത വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ജീവിതത്തിലെ പല തീരുമാനങ്ങളിലും തെറ്റ് ശരി എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അത്രത്തോളം വ്യക്തമാകാത്ത മേഖലകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. അപ്പോൾ ആ മേഖലകളെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് അത് ഓരോ സന്ദർഭങ്ങളിൽ ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിലുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യത്തിന് ഉള്ളതായിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദുരുപയോഗം ചെയ്യാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മുടെ ധാർമ്മികത നിർണ്ണയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ബോധ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ ബോധ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വലിച്ചു നീട്ടാനുള്ളതായിരിക്കുന്ന സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് താൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചും വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നാം നിയന്ത്രിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ ശക്തമായിട്ട് താൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സമ്മർദ്ദം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഈ സമ്മർദ്ദം അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുവാനുള്ളതായിരിക്കുന്ന ആ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നതായിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളത് അല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും അന്വേഷിക്കട്ടെ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ അത്യുന്നുവിൻ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളത് അല്ലോ. അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവനിത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേത് അത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? യഹൂദന്മാർക്കും എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും
ഇടർച്ചയില്ലാത്തവർ ആകുവിൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. യഥാർത്ഥത്തിൽ കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം 10-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാം വാക്യമായിട്ട് വരേണ്ട വാക്യമാണ്. എന്നാൽ അത് തിരിച്ചപ്പോൾ വന്നതായിരിക്കുന്ന ഒരു പിശക് എന്ന് തന്നെ ഞാനങ്ങ് പറയാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും ദൈവവിശ്വാസീയമായിരിക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ബൈബിളിൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വാക്യങ്ങളും അധ്യായങ്ങളും വാക്യങ്ങളും ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അത് 12-ാം നൂറ്റാണ്ടിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ റോബർട്ട് സ്റ്റെഫാനസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ലത്തീൻ വുൾഗാഥ എന്ന് പറയുന്നതായിരിക്കുന്ന ലത്തീൻ പരിഭാഷയിൽ പുതിയ നിയമത്തിന് അധ്യായങ്ങളും വാക്യങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ചത്. പിന്നീട് 1531 എന്നാണ് എൻ്റെ ഓർമ്മ. ആ വർഷത്തിൽ വേറെ ഒരു ദൈവദാസൻ ഗ്രീക്ക് ബൈബിളിൽ ഈ ലത്തീനിലുണ്ടായിരുന്നതായിരിക്കുന്ന ആ ആശയം തന്നെ കടമെടുത്ത് അത് ഗ്രീക്ക് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം അങ്ങനെയാണ് ഈ ബൈബിളിൽ അധ്യായങ്ങളും വാക്യങ്ങളും ആരംഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയും, ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും ഇൻസ്പയർഡ് അല്ല, എന്നാൽ പെർസ്പയർഡാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസീയമായിട്ട് ഇങ്ങനെ വാക്യങ്ങളാക്ക് എന്നൊന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതല്ല. എന്നാൽ ആളുകൾ വളരെ അധ്വാനിച്ച് ബുദ്ധിമുട്ടി ഈ അധ്യായങ്ങൾ ഒരാശയം പറയുന്ന കാര്യമാണ് എന്ന് കണ്ടുപിടിച്ച് ആ നിലയിൽ വേർതിരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചാൽ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. അത് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം 10-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാം വാക്യമായിട്ട് വേണമായിരുന്നു എന്നാണ് ഈ ലേഖനം ഗൗരവമായി പഠിക്കുന്നതായിരിക്കുന്ന ദൈവഭക്തന്മാരെല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലാണ് ഞാൻ അതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരി, അപ്പോൾ 10-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ താൻ പറഞ്ഞതായിരിക്കുന്ന ആശയത്തിൻ്റെ ഒരു ആവർത്തനമാണ്. അതവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എന്നാൽ ഞാൻ ഒന്നിനും അടിമപ്പെടുകയില്ല, ഒന്നും എന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്നാണ് 6-ാമത്തെ അധ്യായത്തിൽ താൻ പറഞ്ഞത്. അതിൽ നിന്ന് അല്പവ്യത്യാസം വരുത്തി കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ ആദ്യമേ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ 1-ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയല്ല, പിന്നെയോ മറ്റുള്ളവരെ ആത്മീക വർധനയ്ക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടിയാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യമായിട്ട് നമ്മളോട് പറയുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയല്ല, പിന്നെയോ അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിനും നമ്മുടെ ആത്മീക വർധനയ്ക്കും മറ്റുള്ളവരുടെ ഗുണത്തിനുമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിരിക്കുന്ന തീരുമാനമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അവിടെ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ശരിയും തെറ്റും ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലാത്തതായിരിക്കുന്ന മേഖലകളിൽ നിയമത്തിൻ്റെ ആത്മാവിനെ കൈക്കൊണ്ട് അതിൻ്റെ അക്ഷരങ്ങൾക്കല്ല അതിൻ്റെ ആത്മാവിന് പ്രാധാന്യം നൽകി വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് പൊതുവെ പുതിയ നിയമത്തിൽ കർത്താവും അപ്പോസ്തലന്മാരും നമ്മളോട് പറയുന്നത്. അവിടെ ഒരു നിയമത്തിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് പലപ്പോഴും ബന്ധനമാണ്. ഒരു നിയമത്തിൻ്റെ അക്ഷരം അനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു ബന്ധനമാണ്. ഉദാഹരണത്തിന് കർത്താവായ യേശുക്രിസ്തു ശബത്ത് നാളിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പള്ളിപ്രമാണി കർത്താവിനോട് പറഞ്ഞ ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജോലി ചെയ്യാനായിട്ട് 6 ദിവസമുണ്ട്, ഈ 6 ദിവസത്തിൽ നിങ്ങൾ വന്ന് സൗഖ്യം പ്രാപിക്കേണ്ടവന് സൗഖ്യം പ്രാപിക്കണം.
അല്ലാതെ ഈ 7-ാം ദിവസം ശബത്തിൽ വന്ന് ഈ വെറുതെ ഈ ശല്യം ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കർത്താവ് അതിന് ഒരു വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്നേഹിതന്മാരെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ അവരുടെ തന്നെ നിയമം അനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു ആപത്തുണ്ടായാൽ ആ പ്രതിസന്ധിയിൽ പ്രതികരിക്കാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്നവർ തന്നെ പറയുന്നുണ്ട്. ഒരു പശുവോ കാളയോ വല്ലതും കുളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ കിണറ്റിൽ വീഴുകയോ ചെയ്താൽ ശബത്താണ്, ശരി ശബത്ത് കഴിയട്ടെ എന്ന് വിചാരിച്ചവർ വെയിറ്റ് ചെയ്യത്തില്ല, അതിനെ വലിച്ചെടുക്കും. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, 38 വർഷമായിട്ട് പിശാച് ബന്ധിച്ചിരുന്നതായിരിക്കുന്ന ഈ സ്ത്രീയുടെ ബന്ധനം ഇന്ന് അഴിച്ചുവിട്ടത് അത് ശരിയായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ വിശ്രമം അല്ലെങ്കിൽ 6 ദിവസം വേല ചെയ്തതിന് ശേഷം 7-ാം ദിവസം വിശ്രമം എടുക്കണം എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അന്ന് ഒരു നന്മയും ചെയ്യാൻ പാടില്ല എന്നല്ല. അതായത് മനുഷ്യർക്ക് ആശ്വാസത്തിനും സമാധാനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ വ്യാപൃതരായിട്ട് അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണം എന്നാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോ ഈസ് ഓൾവേസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ലെറ്റർ ഓഫ് ദ ലോ. നിയമത്തിൻ്റെ അക്ഷരങ്ങളെക്കാളും എല്ലായ്പ്പോഴും അതിൻ്റെ ആത്മാവിനാണ് പ്രാധാന്യം എന്നാണ് ബൈബിള് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് നിയമത്തെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ അക്ഷരം പിടിച്ചുകൊള്ളുന്ന ആളുകൾക്ക് അവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല മറ്റു മനുഷ്യർക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുത്താനായിട്ട് സാധിക്കും. സോ വി ഹാവ് ടു ബി മോർ കൺസേൺഡ് അബൌട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോ. എന്നാൽ സ്പിരിറ്റ് ഓഫ് ദ ലോയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളതായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ വലിച്ചു നീട്ടാനായിട്ട് സാധിക്കും. ശരി, 80 കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ ഹൈവേയിൽ 4 ലൈൻ റോഡുകളിൽ നമ്മൾ വാഹനം ഓടിക്കാനുള്ളതായിരിക്കുന്ന അനുവാദം എന്ന് പറയുന്നത് 80 കിലോമീറ്റർ വേഗത്തിലാണ്. അവിടെ ഞാനും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരും ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ പറയുന്നതായിരിക്കുന്ന പ്രസ്താവന എന്താണെന്ന് ചോദിച്ചാൽ 80 കിലോമീറ്റർ വേഗത്തിൽ പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? 80 കിലോമീറ്റർ വേഗത്തിൽ പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 80 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പോവുകയാണ് എങ്കിൽ പെട്ടെന്നൊരു ആപത്തോ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയില്ല. അപകടം ഉണ്ടാകാനുള്ളതായിരിക്കുന്ന വളരെ വലുതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 80 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പോകരുത് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വിശാലമായിരിക്കുന്ന റോഡിൽ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ളതായിരിക്കുന്ന റോഡിൽ 90 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് സ്പിരിറ്റ് ഓഫ് ദ ലോ ഈസ് ആക്ച്വലി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ വാഹനത്തെ നിയന്ത്രിച്ച് പോകാനുള്ളതായിരിക്കുന്ന ഒരു നിലയിൽ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 80 എന്നുള്ളത് 90 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചു. ഞാനതിന് ന്യായീകരണം കണ്ടുപിടിച്ചു. അതായത് സ്പിരിറ്റ് ഓഫ് ദ ലോ ആണ് പ്രധാനപ്പെട്ടത്, അല്ലാതെ അതിൻ്റെ ലെറ്റർ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒരു മാന്യന് 140 കിലോമീറ്റർ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദഗതി എന്താണെന്ന് ചോദിച്ചാൽ 140 കിലോമീറ്റർ വേഗത്തിൽ പോയാലും അബദ്ധവും അപകടവും ഒന്നും ഉണ്ടാക്കാതെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ളതായിരിക്കുന്ന പ്രാഗൽഭ്യം, അതിനുള്ളതായിരിക്കുന്ന പ്രാവീണ്യം എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നതെങ്കിൽ മറ്റൊരാൾ 200 കിലോമീറ്റർ വേഗത്തിൽ പോയതിന് ശേഷം അദ്ദേഹം പറയാം എനിക്കും അതിനുള്ള പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. അപ്പം അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് പറയുന്നത്, അത് വലിച്ചു നീട്ടാൻ നമ്മൾ സൗകര്യമനുസരിച്ച് വ്യത്യാസപ്പെടുത്താൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതായിരിക്കുന്ന ഈ അപകടം അതിലുണ്ട് എന്നുള്ളത് നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 23-ാം വാക്യത്തിൽ പറഞ്ഞു സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളത് അല്ല. കർത്തവ്യം എന്നുള്ളതായിരിക്കുന്ന വാക്ക് അത് വളരെ ദോഷമായിരിക്കുന്ന ഒരു പരിഭാഷയല്ല. എങ്കിലും കർത്തവ്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അതിൻ്റെ ആശയം വ്യക്തമാക്കുവാൻ അത് പര്യാപ്തമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷുകാരത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സകലത്തിലും എനിക്ക് എവറിത്തിങ് ഈസ് ലോഫുൾ ഫോർ മീ, എനിക്ക് സകലതും ചെയ്യാനുള്ളതായിരിക്കുന്ന അനുവാദമുണ്ട്, സകലവും എനിക്ക് അനുവാദമുള്ളതാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. കർത്തവ്യം, എനിക്ക് അതിനുമേൽ അധികാരമുണ്ട്, അനുവാദമുണ്ട്, അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ്. അപ്പം നമുക്ക് ചോദിക്കാം, സകലത്തിലും അനുവാദമുണ്ടോ? സകലവും ചെയ്യാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് എസ് ലൂയിസ് ജോൺസൺ പറയും ബൈബിൾ പറയുന്ന സകലവും എന്ന് പറയുന്നത് എല്ലായിടത്തും സകലവുമല്ല. In all the places that Bible uses does not always mean all. സകലവും എന്ന് പറയുന്ന എല്ലാ ഇടങ്ങളിലും
എല്ലാ കാര്യത്തെയും ഉൾപ്പെടുത്തി അതാണ് സകലവും എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പോഴത് എല്ലാ നോട്ട് ദി ഓൾ ഇൻക്ലൂസീവ് ഓൾ ബട്ട് ആൻ ഓൾ വിത്തൗട്ട് എനി എക്സെപ്ഷൻ, അതായത് വ്യത്യാസങ്ങളില്ലാത്തതായിരിക്കുന്ന ഒരു സകലവും എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സകലവും എന്ന് പറഞ്ഞത് അതിൻ്റെ സന്ദർഭത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ സകലവും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? സകലവും എന്ന് പറഞ്ഞത് ദൈവം അരുത് എന്ന് പറഞ്ഞിട്ടില്ലാത്ത സകലത്തെയും ഉദ്ദേശിച്ചാണ്. ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ആർക്കുമില്ല. എന്നാൽ അനേക ജീവിതത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് അരുത് എന്നുള്ളതായിരിക്കുന്ന വ്യക്തമായ കൽപ്പനയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഒരു ബലഹീനമായ ഉദാഹരണമാണ് എന്നെനിക്കറിയാം. സിനിമ കാണരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. സിനിമ കാണരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പറയുകയാണ് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞേക്കുന്നത് സിനിമ കാണരുത്, ഞാൻ പറയും നിശ്ചയമായിട്ടും പറയും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് സിനിമ കാണുന്നതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ബൈബിളിൽ പറഞ്ഞതായിരിക്കുന്ന ആ പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന അതിനില്ലാത്തത് കൊണ്ട് ഒരാൾക്ക് സിനിമ കണ്ടാൽ അത് പാപമാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന പറയാം. എന്നാൽ എല്ലാ സിനിമയും പ്രയോജനമുള്ളതായിരിക്കുന്ന സിനിമ അല്ല. എല്ലാ സിനിമകളെയും സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ആത്മീക വർധന വരുത്തുന്നതായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം അനുവദനീയമാണ് എന്നുള്ളത് കൊണ്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യം അനുവദനീയമാണ് എന്നുള്ളത് കൊണ്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് പ്രയോജനമുള്ളതായിരിക്കുന്ന കാര്യമാണോ, അതുപോലെ തന്നെ അത് ആത്മീക വർധന വരുത്തുന്നതായിരിക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുവാൻ. ഞാൻ വിചാരിക്കുന്നു ചില സിനിമകളെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ പ്രയോജനമുള്ളതായിരിക്കുന്ന ചില സിനിമകളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം. ധാർമ്മികമായിരിക്കുന്ന മൂല്യങ്ങളുള്ള സാമൂഹിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിരിക്കുന്ന അനീതികൾക്കും അന്യായങ്ങൾക്കും നേരെ സംസാരിക്കുന്നതായിരിക്കുന്ന ചില മൂവികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണാനായിട്ട് മക്കളുമായിട്ട് കാണാനായിട്ട് തീരുമാനിക്കുകയാണ് എങ്കിൽ അതിന് മുന്നമേ തന്നെ ഇത് പ്രയോജനം വരുത്തുന്ന, അതുപോലെ തന്നെ നമുക്ക് ആത്മീക വർധന എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എങ്കിലും നമുക്ക് ദോഷം ചെയ്യാത്തതായിരിക്കുന്നൊരു ക്രമീകരണമാണോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് മാത്രമേ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാവൂ. ചില സിനിമകൾ കണ്ടാൽ അതുകൊണ്ട് ആത്മീക വർധനയല്ല, ആത്മീയ നഷ്ടപ്പെടാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അബദ്ധത്തിൽ കണ്ടതായിരിക്കുന്ന ചില സിനിമകളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ദോഷം ചെയ്തു. എൻ്റെ ചിന്താതലത്തെ വളരെ മലിനമായി ബാധിക്കുകയും അതെനിക്ക് ദോഷം ചെയ്യുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ആ ഒരു ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ബുദ്ധിമുട്ടെന്നറിയാമോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ കാണുന്നതായിരിക്കുന്ന ചിത്രങ്ങൾ, കാണുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഏത് നിലയിലുള്ളതാണ്, അത് പ്രയോജനമുള്ളതാണോ, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുന്നതാണോ എന്ന് ചിന്തിച്ചിട്ടേ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം, അത് പ്രയോജനമുള്ള കാര്യമായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആത്മീക വർധന വരുത്തുന്നതായിരിക്കുന്ന കാര്യമായിരിക്കണം. മൂന്നാമത് അതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ അന്വേഷിക്കട്ടെ. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടം നടത്തി കിട്ടുക എന്നുള്ളതല്ല നമ്മളുടെ തീരുമാനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നതല്ല. ഞാൻ പറയാം, പലപ്പോഴും നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ, എന്നോടുകൂടി ആളുകൾ നിൽക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരെ വശീകരിക്കുന്ന രീതിയിൽ ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധം, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ, കർത്താവിൻ്റെ മാതൃക എന്താണ് എന്ന് ചോദിച്ചാൽ സ്വയകേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതമല്ല. മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരെക്കുറിച്ചുള്ള പരിഗണന എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ വെള്ളപ്പൊക്കത്തിന് സമയത്ത് സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യം, വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജഹാൽ എന്നാണോ എന്നെനിക്കറിയില്ല. ഒരു മത്സ്യബന്ധന തൊഴിലാളിയാണ്. അദ്ദേഹം ആളുകൾക്ക് ബോട്ടിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ട അവസരത്തിൽ അദ്ദേഹം കുനിഞ്ഞു നിന്ന് ആളുകൾക്ക് ബോട്ടിലേക്ക് കയറാനുള്ളതായ ഒരു ചവിട്ടുപടിയായിട്ട് അദ്ദേഹം നിന്ന ആ ഒരു ചിത്രം
വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചിത്രമാണ്. പിന്നെ അതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായി തീർന്നു. മഹീന്ദ്രക്കാർ അദ്ദേഹത്തിന് ഒരു ജീപ്പ് സൗജന്യമായിട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കിട്ടി. പക്ഷേങ്കിൽ അദ്ദേഹം കുനിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ മഹീന്ദ്രക്കാർ തന്നെ വിളിച്ച് ജീപ്പ് തരും എന്നുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചയിലല്ല അദ്ദേഹം അത് ചെയ്തത്. ഞാൻ വിചാരിക്കുന്നു നമ്മളെപ്പോലെയൊക്കെ ഭക്തി പറയുന്നതായിരിക്കുന്ന ആളുകൾ അത് കണ്ട് നടുങ്ങേണ്ടതായിരിക്കുന്ന ഒരു ചിത്രമാണ്. മറ്റുള്ള മനുഷ്യരെ ഉയരങ്ങളിലേക്ക് കയറുവാനായിട്ട് ചവിട്ടുപടിയായിട്ട് നിന്നു കൊടുക്കാനുള്ളതായിരിക്കുന്ന മനസ്സ്. നമ്മളെ ചവിട്ടി വേറൊരിടത്തും മേളോട്ട് കയറുന്നത് നമുക്കിഷ്ടമാണോ? നമ്മളതിന് മനസ്സ് വയ്ക്കുന്ന ആളുകളല്ല. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, മലയാളികളും പിന്നെ ഞണ്ടും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. ഞണ്ട് ഇട്ടിരിക്കുന്നതായിരിക്കുന്ന കൊട്ടയ്ക്ക് മുകളിൽ അതിന് അടപ്പ് ആവശ്യമില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അത് സത്യമാണെന്ന് എനിക്കറിയത്തില്ല. അതിന് കാര്യം എന്താണെന്നറിയാമോ? ഒരു ഞണ്ട് മേളോട്ട് കയറുമ്പോൾ മറ്റേ ഞണ്ടതിനെ വലിച്ച് താഴോട്ടിടും. അപ്പോൾ അതുകൊണ്ട് ഇത് മേളോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് അടപ്പൊന്നും വേണ്ട, ആരും രക്ഷപ്പെടുകയില്ല. ഒരുത്തിനെ വലിച്ച് താഴോട്ടിടാനുള്ളതായിരിക്കുന്ന ക്രമീകരണമുണ്ട്. എന്നാൽ അത് ക്രിസ്തീയമല്ല. ആ മനുഷ്യന് കാണിച്ചതായിരിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തു തന്നെയായിരുന്നാലും അത് നമ്മളെയൊക്കെ നടുക്കേണ്ടതായിരിക്കുന്ന ഒരു ചിത്രമാണ്. മറ്റുള്ളവർക്ക് നന്മ വരുവാൻ, അവർക്ക് പുരോഗതി വരുവാൻ, അവർ ഉയരങ്ങളിലേക്ക് കയറുവാനായിട്ട് ഒരു ചവിട്ടുപടിയായി കിടന്നു കൊടുക്കുന്ന ആ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മാതൃക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ അന്വേഷിക്കട്ടെ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ കുറ്റബോധമുണ്ടായി. ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവെ, മറ്റ് മനുഷ്യരെക്കുറിച്ചുള്ളതായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന ഒരു പരിഗണന അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? മറ്റ് മനുഷ്യരെക്കുറിച്ചുള്ളതായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന ഒരു പരിഗണന. അവർക്ക് നന്മ വരണം, അവർക്ക് പ്രസിദ്ധി ഉണ്ടാകണം, അവരുടെ ജീവിതത്തിൽ ആത്മീക വർധന വരണം, അവർക്ക് പുരോഗതി വരണമെന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനതിനെക്കുറിച്ച് എനിക്ക് കുറ്റബോധമുണ്ടായി. ഞാൻ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, മറ്റ് മനുഷ്യരുടെ ജീവിതങ്ങളിൽ നന്മ വരേണ്ടതിനായിട്ട് സത്യസന്ധമായിരിക്കുന്ന ഒരാഗ്രഹം, അതിനായിട്ടുള്ള അധ്വാനിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്, അത് ഞങ്ങൾക്ക് തരണം എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥന, എനിക്ക് തരണം എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന, നമുക്ക് തരണം എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന ഞാൻ ദൈവസന്നിധിയിൽ ഈ ആഴ്ച പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, സ്വാർത്ഥത എന്ന് പറയുന്നത് എവിടെ നമ്മൾ കണ്ടാലും അത് വിരൂപമായിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വാർത്ഥത എന്ന് പറയുന്നത്, തന്നെ ഉയർത്തുവാനുള്ളതായിരിക്കുന്ന വ്യഗ്രത എന്ന് പറയുന്നത്, അത് എവിടെ നമ്മൾ കണ്ടാലും അത് വളരെ വിരൂപമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനുള്ള മനുഷ്യരുടെ തീരുമാനമെന്ന് പറയുന്നത് എത്ര ആകർഷണീയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചലസിൽ 1000 Oaks എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത് ഒരു ഷൂട്ടിങ് നടന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വെടി നടത്തിയതിന് ഫലമായി 10 പേര് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പേപ്പറിൽ വായിച്ച് കാണും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു പോലീസുകാരൻ വെളിയിൽ ഈ വെടിശബ്ദം കേട്ടയാൾ അദ്ദേഹത്തിൻ്റെ ജീവനെ ഗൗനിക്കാതെ അദ്ദേഹം ഈ മനുഷ്യൻ്റെ മുൻപിലേക്ക് ഓടി. എന്നിട്ട് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ അദ്ദേഹം ഈ മനുഷ്യനെ വെടിവെച്ചു കൊന്നു കളഞ്ഞു. എന്നാൽ 10 പേരെ കൊണ്ട് നിന്നതിൻ്റെ കാര്യം ഈ മനുഷ്യൻ തൻ്റെ ജീവൻ സമർപ്പിക്കാനായിട്ട് മനസ്സ് വെച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരും രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് ഒരു റിപ്പോർട്ടർ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ജീവനോടിരിക്കുന്ന അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ മനുഷ്യൻ്റെ ജീവനോട് കടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ മരണത്തിൻ്റെ വഴിയിലേക്ക്, വെടിയുണ്ടയുടെ മുൻപിലേക്ക് തൻ്റെ ജീവനെ വലിച്ചെറിഞ്ഞ് മുൻപോട്ട് നിൽക്കുവാനായിട്ട് മനസ്സ് വെച്ചതുകൊണ്ട് അനേകം മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അതെത്രയോ മനോഹരമായിരിക്കുന്ന ദൃശ്യമാണ്. എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപ് ഫ്ലോറിഡയിൽ ഇതുപോലെ ഒരു സ്കൂളിൽ വെടിവെപ്പുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ അവരെല്ലാവരും ഓടിക്കളഞ്ഞു. അവരെ ഈ പ്രതിസന്ധിയിലേക്ക് കയറി ചെല്ലാനായിട്ട് മനസ്സ് വെച്ചില്ല. അതുകൊണ്ട് ഒരുപാട് മനുഷ്യർ മരിച്ചു. അവരെക്കുറിച്ച് ട്രംപ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരുടെ തലമുറകൾ നാണിക്കണം എന്ന് അവരെക്കുറിച്ച് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ സ്വയരക്ഷയ്ക്കായിട്ട് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ മറന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നത് കാണുന്നത് എത്രയോ വിരൂപമായ കാഴ്ചയാണ്. എന്നാൽ ജീവനെ പോലും വകവയ്ക്കാതെ മറ്റുള്ളവരുടെ സംരക്ഷണത്തിനായിട്ട് മുൻപോട്ട് കുതിക്കുന്ന ആളുകളെ കാണുന്നത് എത്രയോ നല്ല കാര്യമാണ്. നിങ്ങൾ
വാർ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നല്ല കാണാൻ നമ്മൾക്ക് പ്രചോദനം വരുത്തുന്നതായിരിക്കുന്ന ഒരു മൂവി ആണ് വാർ മൂവീസ്. അതിൽ ഒരു പടയാളിയും തൻ്റെ സ്വന്തം രക്ഷയ്ക്ക് മുഖ്യ വിഷയമായിട്ട് കരുതി യുദ്ധം ചെയ്യാനായിട്ട് പോവില്ല. അങ്ങനെ പോകുന്ന ഒരുത്തനും അവൻ ഭയങ്കര അപകടമാണ്. ഒരു പടയാളിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ നോട്ടമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വെടി കിട്ടാതെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ളതല്ല, പിന്നെ തന്നോട് കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ, തൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഉണ്ടാകുവാനായിട്ട് തന്നെ സമർപ്പിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിജയകരമായ രീതിയിൽ യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ യുദ്ധം എങ്ങനെയാണ്? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് കൊലാറ്ററൽ ഡാമേജ് എന്നാണ് പറയുന്നത്. കൊലാറ്ററൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷത്തുള്ളതായിരിക്കുന്ന പടയാളികൾ വെടിവെച്ച് ചത്ത, അതിനെക്കുറിച്ചായി കൊലാറ്ററൽ ഡാമേജ് എന്ന് പറയുന്നത്. പലപ്പോഴും ആത്മീക ലോകത്തിൽ കാണുന്ന അനേകം ഡാമേജുകൾ എന്ന് പറയുന്നത് കൊലാറ്ററൽ ഡാമേജാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തന്നെ മറ്റ് വിശ്വാസികൾക്ക് വരുത്തുന്ന ദോഷങ്ങളാണ്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും അന്വേഷിക്കട്ടെ. ഒരു പ്രസ്താവന കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ മുഖ്യ വിഷയം എന്താ? നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ മുഖ്യ വിഷയം എന്താ? മറ്റുള്ളവർ എന്നെ പരിഗണിച്ചില്ല, മറ്റുള്ളവർ എന്നെ അവഗണിച്ചു, മറ്റുള്ളവർ എനിക്ക് ദോഷം ചെയ്തു എന്നുള്ളതാണോ നമ്മുടെ സങ്കടത്തിൻ്റെ മുഖ്യ വിഷയം? അതോ എനിക്ക് മറ്റുള്ളവരോട് നന്നായി പ്രതികരിക്കാൻ സാധിച്ചില്ല, എനിക്ക് എന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണോ വിഷയം? അല്ല, നമ്മുടെ വിഷയം എപ്പോഴും മറ്റേതാണ്. മറ്റുള്ള ആളുകൾ എന്നെ പരിഗണിച്ചില്ല. ഞാനീ പ്രസംഗിക്കുന്ന എനിക്കും ഞാൻ സങ്കടം വരുമ്പോൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ എന്നോട് ദോഷമായി പെരുമാറിയത്, ദോഷമായി സംസാരിച്ചത്, വേദനയുണ്ടാക്കിയത്, അതൊക്കെയാണ് എൻ്റെ സങ്കടത്തിൻ്റെ കാരണം. എന്നാൽ അത് തിരിയേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും അന്വേഷിക്കട്ടെ. അതാണ് ആത്മീക വളർച്ചയെന്ന് പറയുന്നതാണ്. സ്വയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുവാൻ. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഭർത്താവ് എനിക്കറിയില്ല, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് കേട്ടോ, എനിക്കതിൽ വലിയ സന്തോഷമാണ്. ഞാൻ ആ സേവനം വളരെ ആസ്വദിക്കുന്നയാളാണ്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. എന്നാൽ അത് എത്ര മനോഹരമാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി ചിന്തിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ചിന്തിക്കുന്നു, സഭയിലുള്ള വിശ്വാസികൾ പരസ്പരം നന്മയ്ക്കായിട്ട് ചിന്തിക്കുന്നു. അതൊക്കെ എത്രയോ മനോഹരമായ ക്രമീകരണങ്ങളാണ്. സ്വർഗത്തിലെ ദൈവം ആ നിലയിൽ നമ്മളെ രൂപപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ അന്വേഷിക്കണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവഹിക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദമല്ല, പിന്നെയോ മറ്റുള്ളവരുടെ നന്മയ്ക്കും പ്രയോജനത്തിനുമായിട്ട് പ്രവർത്തിക്കുവാൻ, സമർപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അവസരമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 25-ാമത്തെ വാക്യങ്ങൾ മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 25 മുതൽ 30 വരെ, 25 മുതൽ 30 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ അധികരിച്ച് ഞാൻ പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ വിഗ്രഹാർപ്പിതം തിന്നരുത്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുത്തൻ വിഗ്രഹാർപ്പിതം അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ. അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. അവിടെ വിഗ്രഹാർപ്പിതവും വിഗ്രഹവും വിട്ടോടുവാൻ കൽപ്പന നൽകിയതായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഇപ്പം അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് അല്ലേ? പറഞ്ഞു, നിങ്ങൾ വിഗ്രഹാർപ്പിതമാണ് എങ്കിലും അങ്ങാടിയിൽ വിൽക്കുന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട, കഴിച്ചോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളെ ഒരു സ്നേഹിതൻ വിളിച്ചു, അദ്ദേഹം വിളമ്പുന്നതായിരിക്കുന്ന ആഹാരം വിഗ്രഹാർപ്പിതമാണ് എങ്കിൽ അദ്ദേഹം പറയുന്നില്ലെങ്കിൽ യാതൊരു പ്രശ്നവും കൂടാതെ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സംയോജിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ സംയോജിപ്പിക്കുന്ന പ്രസ്താവന ഞാൻ പറയാം, നിങ്ങളതിനോട് യോജിക്കുന്നുവെങ്കിൽ ആമേൻ പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ആ പ്രസ്താവന ഇതാണ്. അതായത് മതപരവും ആത്മീകവുമായിരിക്കുന്ന വിഷയത്തിൽ
വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. മതപരമായിരിക്കുന്ന വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ആചാരത്തിലും അനുഷ്ഠാനത്തിലും ആഘോഷങ്ങളിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. എന്നാൽ സാമൂഹികമായ തലങ്ങളിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം അന്വേഷിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ മതപരമായിരിക്കുന്ന രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ പോയി അവരുടെ യാതൊരു വിധമായിരിക്കുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമുക്ക് സംബന്ധിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ സാമൂഹ്യമായിരിക്കുന്ന തലങ്ങളിൽ വിഗ്രഹവുമായിട്ട് യാതൊരു സംസർഗവും വേണ്ട എന്ന തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ചോദിക്കാം, 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊരിന്ത്യയിൽ ഉള്ളതായിരിക്കുന്ന ആളുകൾ അവർ ചന്തയിൽ പോയി മാംസം വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചാൽ വിഗ്രഹാർപ്പണം ഭക്ഷിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ സാധിക്കില്ല. കാരണം ചോദിച്ചാൽ മിക്കവാറും മാംസം ഒക്കെ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചതിന് ബാക്കിയായിട്ട് വരുന്ന മാംസമാണ്, അല്ലാതെ കഴിക്കാൻ പറ്റില്ല. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് നമ്മൾ കഴിക്കുന്നതായിരിക്കുന്ന ഈ ആഹാരത്തിൽ വിഗ്രഹവും വിഗ്രഹാർപ്പിതവുമായിട്ട് യാതൊരു സംസർഗവും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ പാടത്തും നിങ്ങളുടെ പറമ്പിലും വളർത്തി ഉണ്ടാക്കിയതായിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്നതായിരിക്കുന്ന പരിപാടി ഇന്നും സാധിക്കില്ല. ബ്രാഹ്മിൻസിൻ്റെ പൊടികൾ എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ബ്രാഹ്മിൻസിൻ്റെ പൊടിയാണ് വാങ്ങിക്കുന്നത്. ആ പൊടി ഉണ്ടാക്കുന്നതിന് ഞാൻ എന്തോ പറഞ്ഞു വെച്ചാൽ അതുണ്ടാക്കിയേ? യേശുക്രിസ്തുവിന് സ്തുതി എന്ന് പറഞ്ഞു വെച്ചാണോ? അല്ലെന്ന് ഇവൻ എന്തെല്ലാം കൊള്ളതാഴിക അല്ല ഞാൻ പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ സൂത്രം തുടങ്ങിയത് നമുക്കറിയില്ല. അവരുടെ ദൈവത്തിനും അവരുടെ കുന്തത്തിനും കുടച്ചക്രത്തിനും ഒക്കെ പറഞ്ഞേച്ചാൽ ഈ പൊടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. നമ്മൾ ഹലാൽ മീറ്റ് വാങ്ങിക്കുന്നു, എന്താ പറഞ്ഞേച്ചാൽ അവനത് കട്ട് ചെയ്തേ? യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, അവൻ ഏക രക്ഷിതാവാണ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. അവൻ പറഞ്ഞത് യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നതായിരിക്കും ചില പ്രസ്താവനകളാണ്. അത് പറഞ്ഞേച്ചാണ് കെട്ടിച്ച്. പക്ഷേങ്കിൽ ഒരു ഗുണമുണ്ട്, അവർ കണ്ടിക്കുമ്പോഴേ രക്തമൊക്കെ കളഞ്ഞേച്ചാണ് അത് കണ്ടിക്കാറ്. അപ്പോൾ ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു പ്രയോജനം ഹലാൽ മീറ്റിനുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥവും അതിലുള്ളതായിരിക്കുന്ന ആശയങ്ങളും നമ്മൾ വലിയ ഗൗരവമായി എടുത്താൽ ഒരു ഹലാൽ മീറ്റും കഴിക്കാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമല്ല. എന്നാൽ അപ്പസ്തലനായ പൗലോസ് പറയുമ്പോൾ എൻ്റെ പൊഞ്ഞെ ഹലാലാണോ ഹിലാലാണോ എന്തോ കുന്തമായി എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ മീറ്റ് നല്ലതാണോ, അതിൻ്റെ നിറമൊക്കെ കൊള്ളാമോ എന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. അതിൽ ഒരു കട്ടി ഇങ്ങോട്ട് എടുക്ക് എന്ന് പറയുക. എന്നിട്ട് കട്ട് ചെയ്തതിന് ചെയ്യണം. തൂക്കം 1,200 എന്ന് പറഞ്ഞു. 1 കിലോ മതിയോ സാറെന്ന് ചോദിച്ചില്ല, കണ്ടിട്ട് കുഴപ്പമില്ലടാ, 1,200 ഇരുന്നോട്ടെന്ന് പറയുക. വാങ്ങിച്ചോണ്ട് പോയി നന്നായിട്ട് രുചികരമായ രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുക. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സാമൂഹ്യമായിരിക്കുന്ന തലങ്ങളിൽ നമുക്ക് വിഗ്രഹവും വിഗ്രഹാർപ്പിതവും ഈ പറയുന്നതായിരിക്കുന്ന ആത്മീയ മൂല്യങ്ങളും എല്ലാം നിലനിർത്തിയുള്ളതായിരിക്കുന്ന ബന്ധങ്ങളും വ്യാപാരങ്ങളും നമുക്ക് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് സാമൂഹ്യമായ തലങ്ങളിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. യഥാർത്ഥം അതിനെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന കമൻറ്റേറ്റർ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, യഹൂദ മതത്തിന് അതിൻ്റെ തായ്വേർ വെട്ടുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ നിയമം എന്ന് പറയുന്നവർക്ക് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. അവരെവിടെയെങ്കിലും ചെന്നാൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എവിടെ ഉണ്ടാക്കിയതാണ്, ആരാണിത് കട്ട് ചെയ്തപ്പോൾ രക്തം മുഴുവൻ പോയോ, അത് നിങ്ങൾ ഈ രീതിയിൽ അവർ കഴിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതായിരിക്കുന്ന രീതിയിൽ പാചകം ചെയ്ത സാധനം മാത്രമേ അവർ കഴിക്കാൻ പറ്റുള്ളൂ. മുൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷെറോൺ എന്ന് പറയുന്നതായിരിക്കുന്ന ആൾ, അദ്ദേഹം വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹത്തിൻ്റെ കൂടെ ആഹാരം പാചകം ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ആളുകളുമുണ്ട്. അവർ പാചകം ചെയ്ത അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ പോയാലും പുള്ളി അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കില്ല. അവർ പറയും, സാറേ ക്ഷമിക്കണം, ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റില്ല. അവരുടെ കുക്ക് അവർ ഉപയോഗിച്ചതായിരിക്കും അവരുടെ നിബന്ധനകൾ അനുസരിച്ച് ആഹാരം പാചകം ചെയ്യും. അത് അവർ വിളമ്പും, അത് അദ്ദേഹം കഴിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ അത് മറ്റുള്ളവർ കഴിക്കുന്നതിൽ അവർക്ക് വിരോധമില്ല, പക്ഷെ അവർ കഴിക്കില്ല. എന്നാൽ അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, നമ്മളുടെ വേർപാട് എന്ന് പറയുന്നത് ഈ പറയുന്നതായിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിലുള്ളതായിരിക്കുന്ന വേർപാടല്ല. അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞു, ലോകവും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ആകയാൽ
ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. 24-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലുള്ള സകല കാര്യവും ദൈവം ഉണ്ടാക്കിയതാണ്. മനുഷ്യർ അതിൻ്റെ മേൽ കഴിക്കുന്നതായിരിക്കുന്ന പരിപാടി കൊണ്ടൊന്നും അതിന് വ്യത്യാസമൊന്നും വരാനായിട്ട് പോകുന്നില്ല. സ്തോത്രം പറഞ്ഞ് കഴിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ ഇതൊന്നും ഒഴിവാക്കേണ്ടതല്ല. ഈ ആശയം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതവും ഏതുമില്ല. എന്നാൽ അത് മതപരമായിരിക്കുന്ന ഒരു ആചാരമായി, അനുഷ്ഠാനമായി, വിഗ്രഹത്തോടുള്ളതായിരിക്കുന്ന ബന്ധം സ്ഥാപിക്കുവാനുള്ള ക്രമീകരണമായിട്ട് അത് വരുന്ന അവസരത്തിൽ അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ്. അതൊരു സാമൂഹിക തലത്തിലേക്ക് അത് വരുമ്പോൾ ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു 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 വേർതിരിവ് നമുക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അടുത്ത ഉദാഹരണം ഈ വിഷയത്തിൽ കുറച്ചുകൂടെ വെളിച്ചം വീശുന്നതായിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവേൻ. അപ്പോൾ ആദ്യത്തെ കാര്യം ചന്തയിൽ അങ്ങാടിയിൽ വിൽക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഏത് തരത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല. അതിൻ്റെ പിൻപിലുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയില്ല. എന്നാൽ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, അവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ ആഹാരത്തിന് ക്ഷണിച്ചാൽ. അങ്ങനൊരു പ്രശ്നം നമുക്കുണ്ടോ? ഉണ്ടോ? അവിശ്വാസികൾ? എനിക്കില്ല. കാര്യം ചോദിച്ചാൽ അവിശ്വാസികളായിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ട് അവിശ്വാസികളുമായിട്ട് അങ്ങനെ ഒരു സംസർഗമില്ല. അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ എന്നെ ക്ഷണിക്കുന്നില്ല. വിശ്വാസികൾ തന്നെ ക്ഷണിച്ചാൽ പലപ്പോഴും പോകാൻ ബുദ്ധിമുട്ടാണ്. അവിശ്വാസികൾ ക്ഷണിക്കുന്നില്ല. അപ്പം ഞാൻ പറയാം, നമുക്കുള്ളതായിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബന്ധങ്ങളെല്ലാം വിശ്വാസികളുമായിട്ടാണ്. ഇനി ആരോടാ സുവിശേഷം പറയുന്നത്? വിശ്വാസികളെ വിശ്വാസികളാക്കാനേ ഇനി പറ്റുള്ളൂ. അവിശ്വാസികളുമായിട്ട് ബന്ധമൊന്നുമില്ല. പരീശന്മാരും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. കർത്താവ് പരീശന്മാരോട് പറയുകയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരത്ത് നമുക്കൊരു സുവിശേഷ യോഗമുണ്ട്, നിങ്ങളുടെ അവിശ്വാസികളായിരിക്കുന്ന സ്നേഹിതന്മാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇവർ ചിരിക്കും. അല്ല കാര്യം, നമുക്കാരും അവിശ്വാസികളായിരിക്കുന്ന ഏത് സ്നേഹിതന്മാരാണ് നമുക്കുള്ളത്? അങ്ങനെ പ്രശ്നമില്ലെന്ന് അവർ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരെന്താ പറഞ്ഞതെന്നറിയാമോ? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. അതാ പറഞ്ഞത്, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. അപ്പോൾ ഈ പോയിന്റ് വിട്ടാണെങ്കിലും ഞാനൊരു പ്രസ്താവന പറയാം. വിശ്വാസികളായിരിക്കുന്ന ആളുകൾ സുവിശേഷത്തിൻ്റെ സ്വാധീനത്തിലേക്ക് അവിശ്വാസികളെ കൊണ്ടുവരണമെങ്കിൽ അവിശ്വാസികളുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. അവിശ്വാസികളായിരിക്കുന്ന സ്നേഹിതന്മാർ വേണം. അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ആരോടായിരുന്നു സുവിശേഷം പറയാൻ പോകുന്നത്? നമ്മൾ സംസാരിക്കുന്നതൊക്കെ വിശുദ്ധന്മാരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. നമുക്ക് അവിശ്വാസികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ പശ്ചാത്തലം പെന്തക്കോസ്തായിരുന്നതുകൊണ്ട് ഞാൻ പറയാം, അവിശ്വാസികളുമായിട്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വിശുദ്ധന്മാരുമായിട്ടുള്ള ബന്ധമാണ്. ഞങ്ങളുടെ അയൽവാസികളോട് പോലും അവിശ്വാസികളോടുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കുന്ന ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഭാര്യ വീട്ടുകാർ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് മാതൃകയായിരുന്നു. എൻ്റെ പൊന്നെ, എന്തെങ്കിലും ഒരു പരിപാടി വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഉള്ളതായിരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വരും. അവരുമായിട്ട് നല്ല ബന്ധമാണ്. അവിടെ നാസറും ഹുസൈനും പിന്നെ ലക്ഷ്മിക്കുട്ടിയും പിന്നെ ഈ പറയുന്ന നായരും ഇവരും ഒക്കെ വരും. അതിന് കാരണം എന്താ? അവരുമായിട്ട് ബന്ധമുണ്ട്. അത് ക്രിസ്തീയമാണ്. ഞാനീ പറഞ്ഞതായിരിക്കുന്ന ഈ വേർപാട് വിശുദ്ധന്മാർ മാത്രം മതി എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ആശയം ക്രിസ്തീയമല്ല. അവിശ്വാസികളായിരിക്കുന്ന ഒരാൾ നിങ്ങളെ ക്ഷണിച്ചാൽ അത് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്കുണ്ടാകേണ്ടതായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ വിശ്വാസികളായി തീർന്നു എന്നുള്ളത് കൊണ്ട് അവിശ്വാസികളോടുള്ള ബന്ധമെല്ലാം ഛേദിച്ച് കളയരുത് കേട്ടോ. നമ്മളെ വിശ്വാസികൾക്ക് വരുന്നതായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. വിശ്വാസിയായി തീർന്നു കഴിഞ്ഞപ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും എല്ലാം നമ്മളോട് പിണങ്ങി. അവർ പിണങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ അവരോട് പിണങ്ങാൻ നമുക്ക് പറ്റില്ല. അവരുമായുള്ള ബന്ധം നിലനിർത്തുവാനുള്ള, സാമൂഹ്യ ബന്ധം നിലനിർത്തുവാനുള്ളതായിരിക്കുന്ന തുടർമാനമായ പരിശ്രമം, ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം നമുക്ക് ആവശ്യമാണ്. അവരോട് ബന്ധമില്ലെങ്കിൽ പിന്നെ അവരോട് എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? അവരോട് എങ്ങനെയാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? എളുപ്പമുള്ള വഴി ഞാൻ പറയാം. ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകളുമായിട്ട് യാതൊരുത്തരോടും ബന്ധം വേണ്ട. നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ചേട്ടനോട് സംസാരിച്ചാൽ, അനിയനോട് സംസാരിച്ചാൽ, കൊച്ചപ്പനോട് സംസാരിച്ചാൽ ഒക്കെ വഴക്കാ.
അവർ നമ്മളെ പരിഹസിക്കും, അവർ നമ്മളെ ശാസിക്കും, അവർ നമ്മളുമായിട്ട് മല്ല് പിടിക്കും. അപ്പോൾ അവരോടൊന്നും ബന്ധമില്ലാതെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അവരങ്ങനെ വിളിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് എളുപ്പം. പക്ഷേങ്കിൽ അത് ക്രിസ്തീയമല്ല. അവരുമായുള്ള ബന്ധം നിലനിർത്തുവാൻ, അവരെ വിളിക്കുവാൻ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നമ്മൾ പങ്കെടുക്കുവാൻ, അവരുടെ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കുവാൻ ഒക്കെ ഉള്ളതായിരിക്കുന്ന ബാധ്യത നമുക്കുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് അവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ, അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സാമൂഹ്യ ബന്ധങ്ങളിലെല്ലാം അത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ആളുകളുടെ ധാർമ്മിക മൂല്യവും അവരുടെ ഭക്തിയും അനുസരിച്ച് മാത്രമേ നമ്മൾ ആളുകളോട് ബന്ധപ്പെടുകയുള്ളൂ. എങ്കിൽ എത്ര പേരോട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും? യൂണിവേഴ്സിറ്റിയിലുള്ള ആരോടെങ്കിലും പറ്റുമോ? ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ അവരെങ്ങനെയാണ് അത് സമർപ്പിക്കുന്നത്? അവർ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാണോ തുടങ്ങണേ? അല്ല, അവർ എന്തെങ്കിലുമൊക്കെ ദൈവങ്ങളുടെ ദേവന്മാരുടെ ഒക്കെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്കിനി യാതൊരു ബന്ധവുമില്ല. കാരണം ചോദിച്ചാൽ അവർ തുടങ്ങിയത് ശരിയല്ല, അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അറിയത്തില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, തുടങ്ങിയ ദിവസം പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നല്ല കാര്യം. രണ്ടാമത്തെ ദിവസം മുതൽ തുടങ്ങിയ ദിവസത്തെ കാര്യം മറന്നേക്കുക. അതുമായിട്ട് ഇനി യാതൊരു വിധമായിരിക്കുന്ന ആ പഴയ കാര്യമായിട്ടുള്ള ഓർമ്മ തന്നെ നമ്മൾ നിലനിർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സാമൂഹ്യ ബന്ധങ്ങൾ നമ്മളെ ആത്മീയ നിലവാരത്തിന് ഒത്ത നിലയിൽ മാത്രമേ നടത്തുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ വിശ്വാസികളുമായിട്ട് തന്നെ പ്രയാസമല്ലേ. നമ്മളുടെ ഭക്തിക്ക് ചേരുന്ന നിലയിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മൾ സഹകരിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ എന്ന് അഭിമാനിക്കുന്ന ഒരാൾ നമ്മളുടെ ഒരു സഹോദരനെ കണ്ടപ്പോൾ കൈ കൊടുത്തില്ല. അപ്പോൾ പണ്ട് പരിചയക്കാരാ. അപ്പോൾ കൈ കൊടുക്കാതിരുന്നപ്പോൾ പുള്ളി ഇങ്ങനെ നിന്ന് പറഞ്ഞു, കൈ തരാഞ്ഞൊന്നും പ്രയാസം തോന്നരുത്, എന്നെ ഇന്നത്തെ വിശുദ്ധിക്ക് താങ്കളുടെ വിശുദ്ധി ചേരുകയില്ല, അതുകൊണ്ടാണ് കൈ തരാഞ്ഞത്. അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഭക്തി ആത്മീകമല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന എന്താ? കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ, ഈ പ്രിയപ്പെട്ട എൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നീ അവരെ ഈ ലോകത്തിൽ കാത്തുകൊള്ളണം എന്നാണ്. അപ്പം അതിനെക്കുറിച്ച് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലാണ്, പക്ഷെങ്കിൽ ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ, ലോകക്കാരല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ആത്മീയമെന്ന് പറയുന്നതാണ്. ലോകത്തിൻ്റെതായിരിക്കുന്ന സ്വാധീനവും മാലിന്യവും അതിൻ്റെതായിരിക്കുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ ചെയ്തൊരു കാര്യമുണ്ട്. അവർ സഭയും ലോകവും ഒക്കെ വിട്ട് അവർ ഏകാന്ത സ്ഥലങ്ങളിലേക്ക് പോയി. അവരാണ് ഹെർമിറ്റുകൾ, പിന്നെ കോൺവെൻറ്റ്, അതുപോലെ തന്നെ മൊനാസ്റ്ററി എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന പ്രസ്ഥാനം അങ്ങനെയാണ് ഉണ്ടായത്. ലോകത്തിന് മാലിന്യം പറ്റാതിരിക്കാനായിട്ട് ലോകത്തിൽ നിന്ന് മാറി നിൽക്കുക. മൊനാസ്റ്ററി എന്ന് പറയുന്ന ഈ ആശയം ദൈവികമല്ല, അവർ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ലോകത്തിൽ താമസിച്ചുകൊണ്ട് ലോകക്കാരല്ലാതെ ലോകത്തിലുള്ള മനുഷ്യരോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ തക്കവണ്ണം അവരെ സ്വാധീനിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ സഹായിക്കുന്ന ആളുകളായിട്ട് ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മുടെ കോളെന്ന് പറയുന്നത്. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് വി ആർ ഇൻഫ്ലുവൻസിങ് ദ വേൾഡ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന് വേണ്ടി ആളുകളെ സ്വാധീനിക്കുന്നതായിരിക്കുന്ന ആളുകൾ ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസികളായിരിക്കുന്ന സ്നേഹിതന്മാരുണ്ട് എങ്കിൽ നല്ല കാര്യം. അവർ നിങ്ങളെ വിളിച്ചാൽ അവർ വീട്ടിൽ പോകണം, അവർ തരുന്നതായിട്ടുള്ള ആഹാരം കഴിക്കണം. അത് ഏത് നിലയിൽ തയ്യാറാക്കിയതാണ് എന്നൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കരുത് എന്നപ്പോൾ തന്നെ പൗലോസ് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് ചോദ്യം ഒന്ന് ചോദിക്കണം കേട്ടോ. അത് നമ്മളൊരു പ്രായോഗിക തലത്തിലും കൂടെ ഞാൻ പറയുക. ചില ആൾക്കാർക്ക് എന്തോരം ചോദ്യമാണ്. അപ്പം ഞാൻ പറയാം, ഒരു വ്യക്തിക്ക് സഹോദരന്മാരുടെ മധ്യത്തിലുള്ള ചോദ്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ പറയാം, ഒരാൾക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരാൾക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യം നമ്മൾ പറയല്ലോ കിഴിഞ്ഞ് ചോദിക്കല്ലേ, ഇത് പറയും. അങ്ങനെ ചോദിച്ച് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യം ആളെ കൂടെ പറയിക്കും. അത് ക്രിസ്തീയമല്ല. ഒരാൾക്ക് പറയാൻ താല്പര്യമുള്ള കാര്യം അദ്ദേഹം പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണ്ട. മനുഷ്യരോട് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇത്രയും ചോദ്യം ചോദിക്കുന്നേ?
അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് വൈകുന്നേരത്ത് പോയി പ്രാർത്ഥിക്കുക. അതല്ലേ? നല്ല കാര്യം. അതിനൊന്നുമല്ല ഈ ചോദിക്കുന്നത്. അവരെ കൊച്ചാക്കാൻ വേണ്ടിയാണ്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്താൻ വേണ്ടിയായി ചോദിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് കൺസേൺ, ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ക്യൂരിയോസിറ്റി. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്തി പരസ്യപ്പെടുത്താനുള്ളതായിരിക്കുന്ന ഒരു തന്ത്രമാണത്. അല്ലാതെ അതിൽ കൂടുതലുള്ളതായിരിക്കുന്ന ആത്മീയതയൊന്നും അതിനകത്തില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കരുത് കേട്ടോ. മനുഷ്യർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇതെവിടുന്നാ വന്നപ്പോൾ ആരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെ ഏത് സാരിയാണ് ഉടുത്തിരുന്നത്, ആ ഉടുത്ത സാരിയുടെ പുറം കാണുന്നുണ്ടായിരുന്നോ? എന്തെല്ലാം ചോദ്യമായി ചോദിക്കണേ. നിങ്ങൾക്കിത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ അധികം ചോദ്യം ചോദിക്കണ്ട. ആൾക്കാർക്ക് പറയാൻ മനസ്സുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞാൽ മതി. നിങ്ങൾ നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് കഴിച്ചാൽ മതി. എന്നാൽ ഒരാൾ നിങ്ങളോട് പറയുക, ചില കാര്യങ്ങൾ പറയാനായിട്ട് മനസ്സ് വെച്ചാൽ അത് കേൾക്കണം കേട്ടോ. ഞാൻ അതൊന്നും കേൾക്കൂല എന്ന് പറഞ്ഞാലും ശരിയല്ല. പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ മനുഷ്യന് പറയട്ടെ. അത് കേൾക്കാനുള്ളതായിരിക്കുന്ന മനസ്സും അതിനുള്ളതായിരിക്കുന്ന ഹൃദയവും നമുക്കുണ്ടാകണം. അപ്പോൾ ഇയാൾ നമ്മളെ വിളിച്ചപ്പോൾ തന്നെ അയക്ക് മനസ്സിലായി നമ്മൾ ഭക്തനാണ്, നമ്മൾ ഇന്ന കാര്യം കള്ളു കുടിക്കുന്ന ആളല്ല, ഇന്നത് ചെയ്യില്ല. അപ്പോൾ ഉടനെ തന്നെ പറയും, ഞാനൊരു ഇച്ചിരി എടുക്കട്ടെ. ഓ ശരി. അപ്പം ഞാൻ പറയുന്ന ആളുകൾക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അവർ ചില കാര്യങ്ങളൊന്നും നമുക്ക് വിളമ്പി തരികയില്ല. ഒരാൾ പറയും, ഇത് ഇന്നടത്തുനിന്ന് കൊണ്ടുവന്നൊരു പായസമാണ്, നിങ്ങൾ കഴിക്കുമോയെന്ന് എനിക്ക് അറിയില്ല, ഒരല്പം വേണ്ട. എന്ത് പായസം? അത് ഗുരുവായൂരിന്ന് പോയപ്പോൾ കിട്ടി. അപ്പം ഞാൻ പറയുന്നത്, ആളുകൾ പറഞ്ഞ് നമ്മളെക്കുറിച്ച് അവർക്കുള്ളതായിരിക്കുന്ന ബോധ്യം അനുസരിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ധാരണ അവർക്കുണ്ട് എങ്കിൽ ആ ധാരണ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ നമ്മളോടൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല, പായസം കൊണ്ട് വിളമ്പി. നമ്മൾ ഒരുപാട് അഭിപ്രായം പറയാൻ വേണ്ട, ഉടനെ പറയും ഗുരുവായൂരിന്ന് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു കളയും. അതുകൊണ്ട് കൊള്ളാൻ രുചിയായിരുന്നല്ലോ അത് പറഞ്ഞാൽ പായസം മതി. അപ്പം അത് ഉപദ്രവമില്ല. ഈ പായസം കൊണ്ട് ഒരു ദോഷവും വരികയില്ല. നല്ല പായസമാണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാക്കിയാലും നല്ല പായസം തന്നെയാണ്. എന്നാൽ അത് വിഗ്രഹത്തിൻ്റെ പ്രത്യേക പ്രയോജനമുള്ള പായസമാണെന്ന് വിചാരിച്ച് നമുക്കതിന് ഗുണം തരാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടു തന്നാൽ നമുക്കത് കുടിക്കാൻ പറ്റില്ല. കാരണം ചോദിച്ചാൽ അവൻ്റെ മനസാക്ഷി നിമിത്തം നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ പ്രശ്നം അവർക്കാണ്. അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഒരു ഹാജിയാർ സൗദി അറേബ്യയിൽ പോയതുപോലെ, അപ്പോൾ സൗദി അറേബ്യയിൽ പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഹാജിയാരെ പിന്നെ നിങ്ങൾക്ക് അറബി അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് അറബിയൊന്നും അറിയത്തില്ല, മലയാളം അറിയത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു, വലിയ പ്രശ്നമായി പോയി കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആർക്ക് പ്രശ്നം? നിങ്ങൾക്ക്. എനിക്കൊരു പ്രശ്നമില്ല, എന്നെ കേട്ട ആളുകൾക്കുള്ള പ്രശ്നമുള്ളത്. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല, പ്രശ്നമൊക്കെ അവർക്കാണ്, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുകയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളോട് പറയുന്ന ആൾക്കാരുടെ മനസാക്ഷി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ മതപരമായിരിക്കുന്ന ആചാരങ്ങളിൽ വിഗ്രഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന സംസർഗവും പറ്റില്ല. എന്നാൽ സാമൂഹിക ബന്ധങ്ങളിലും സാമൂഹികമായിരിക്കുന്ന ഇടപാടുകളിലും ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു കാർക്കശ്യം നിലനിർത്തേണ്ടതായിരിക്കുന്ന ആവശ്യം നമുക്കില്ല. അത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രായോഗികമല്ല, അത് നമുക്ക് ആവശ്യമുള്ളതുമായിരിക്കുന്ന കാര്യമല്ല എന്നാണ് പൗലോസ് പറയുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയാകുവിൻ. അപ്പോൾ അതിനെ സംക്ഷിപ്തമായിട്ട് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും അപ്പസ്തലനായ പൗലോസിൻ്റെയും മാതൃക വെച്ച് ദൈവനാമ മഹത്വത്തിനും മറ്റുള്ള പ്രയോജനത്തിനുമായിട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ മാതൃകയും അതുപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പസ്തലനായ പൗലോസിൻ്റെ മാതൃകയും അനുസരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനവും ദൈവനാമത്തിനും മഹത്വവും വരുത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. കർത്താവ് അങ്ങനെയാണ്. കർത്താവ് സ്വന്തം ഇഷ്ടം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ വന്നയാളല്ല.
ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉച്ചയായപ്പോഴത്തേക്ക് അവർക്കൊക്കെ വിശന്നു കിട്ടുമോ. അപ്പോൾ അവർ ആഹാരം വാങ്ങിക്കാനായിട്ട് പോയി. അവിടെ ആഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നതായിരിക്കുന്ന സമയത്ത് കർത്താവിനോട് അവർ പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. ഉടനെ കർത്താവിന് നിപ്പൊക്കെ കണ്ടപ്പോഴേ എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതായിരിക്കുന്ന ഈ ആഹാരം എനിക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അവിടെ അവരെന്തായാലും അവർ ചിന്തിച്ചെന്താ, വല്ലവനും ഇവനെ ആഹാരം കൊണ്ട് കൊടുത്തതായിരിക്കും. ആ ഇരിപ്പും സന്തോഷമൊക്കെ കണ്ടപ്പോഴേ ഒന്നും കഴിക്കാതെ വെറും വയറ്റിലാന്ന് ഇങ്ങനെ പറയാൻ പറ്റുകയില്ലെന്നാണ് അവരുടെ തീരുമാനം. അവർ പറഞ്ഞു, വല്ലവനും ഇവൻ ആഹാരം കൊണ്ട് കൊടുത്തതായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. എൻ്റെ ആഹാരം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ ആ പ്രസ്താവന. ശരി, അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതൃക, കർത്താവിന് ശിഷ്യന്മാരുടെ മാതൃക എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വന്തം ഇഷ്ടം, സ്വന്തം ഗുണം, അതിനുവേണ്ടിയല്ല അവർ ജീവിച്ചത് എന്ന് അവരെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ കർത്താവ് വന്നത്. അത് പറഞ്ഞപ്പോഴും എനിക്കുള്ളത് പറഞ്ഞാൽ കുറ്റബോധമുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്ന് പറയുന്നതായിരിക്കുന്ന ഉദ്ദേശമാണോ? അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതെന്താണെന്ന് ചോദിച്ചാൽ, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തിന്നുക എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് 3 പ്രാവശ്യമുണ്ട്: രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. നേപ്പാളുകാർക്ക് 2 പ്രാവശ്യമേ ഉള്ളൂ കേട്ടോ. ഒരു 10 മണിയാകുമ്പോൾ അവരെന്തെങ്കിലും കഴിക്കും, പിന്നെ വൈകുന്നേരം 4 മണിക്ക് കഴിക്കും, 2 ഉള്ളൂ. അവിടെ കുടിക്കുക എന്ന് പറഞ്ഞാലോ, ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളതായിരിക്കുന്ന ആളുകൾ, ചില സഹോദരിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കയ്യിൽ എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ കുപ്പി കാണും. ഞാനാണെങ്കിൽ ഒരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എൻ്റെ ഭാര്യ അതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നത് പോരാന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. തിന്നാലും കുടിച്ചാലും എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും സാധാരണമായിരിക്കുന്ന കാര്യമാണ് ഈ തിന്നുക, കുടിക്കുക എന്ന് പറയുന്ന കാര്യം. വളരെ സാധാരണമായിരിക്കുന്ന കാര്യമാണ്. അപ്പം ആ വിഷയത്തെ സംബന്ധിച്ചു പോലും ദൈവനാമ മഹത്വത്തിനായിട്ട് വേണം അത് ചെയ്യാനെന്നാണ്. എന്ന് പറഞ്ഞാൽ ലൂയിസ് പെറി ചൈവർ എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, there is nothing secular for a spiritual man. ആത്മീകനായിരിക്കുന്ന ഒരു മനുഷ്യന് ആത്മീകമല്ലാത്ത ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മീകമാണ്. തിന്നുന്നത് ആത്മീകമാണോ? എൻ്റെ പൊന്നെ, എന്തൊരാത്മീയമാണ്! കഴിക്കുന്നതുകൊണ്ട് നല്ല രുചിയുള്ള ആഹാരമാണ്, ഈ ആത്മീയം കൂടും. നല്ല കാര്യമല്ലയോ? സ്വോത്രം പറഞ്ഞില്ലയോ കഴിക്കുന്നത്? നല്ല ആത്മീയമായ കാര്യമല്ലേ? വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമല്ലയോ? കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നതായിരിക്കുന്ന ഒരു കാര്യം വേഗത്തിൽ ഞാൻ പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. പുള്ളിക്ക് വെള്ളം കുടിക്കുന്നതിൽ ഭയങ്കര ആവേശമുള്ള ആളാണ്. എല്ലായ്പ്പോഴും ഒരു കുപ്പി വെള്ളം തന്നെ ഇടയ്ക്കുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കിഡ്നിക്ക് അസുഖം വന്നു. അവിടെ ഡോക്ടർ പറഞ്ഞു, ഇനി വെള്ളം കുടിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാനായിട്ട് ഒരളവ് കൊടുത്തു. 2 ഔൺസോ വെള്ളം 4 മണിക്കൂറിനിടയിൽ കുടിക്കാം എന്നുള്ളതായിരിക്കും ഒരു നിബന്ധന കൊടുത്തു. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു വാട്സപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മനസ്സ് പോലെ വെള്ളം കുടിച്ച് നടന്ന കാലത്ത് കർത്താവേ ഇതിന് നന്ദി പറയുന്നു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമാണ്. അതിന് പ്രത്യേകിച്ച് നന്ദിയും സ്തോത്രമൊന്നും പറയേണ്ട കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ 2 ഔൺസിൽ എൻ്റെ വെള്ളം പരിമിതപ്പെടുത്തിയതായിരിക്കുന്ന അവസരത്തിൽ വെള്ളം കുടിക്കുവാനുള്ളതായിരിക്കുന്ന എൻ്റെ അനുവാദം എത്ര വലുതായിരുന്നു എന്നെനിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ എ പി ജോസഫ് സഹോദരനോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
തൻ്റെ ആമാശയത്തിൻ്റെ പ്രത്യേക ക്രമീകരണം അനുസരിച്ച് പല ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. മധുരമുള്ളതും മധുരമില്ലാത്തതും പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇതൊന്നും അങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ആമാശയത്തിന് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന കഴിവില്ല. അപ്പോൾ അതുകൊണ്ടത് ദഹിക്കുകയില്ല, വലിയ പ്രശ്നമായി തീരും. നമ്മൾ എന്തൊക്കെയാണ് ഒരുമിച്ച് കഴിക്കുന്നത്? അതിനെക്കുറിച്ച് പറഞ്ഞ് ചിന്തിക്കാറുണ്ടോ? നമുക്കിതൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ആമാശയത്തിന് ആരോഗ്യമുള്ളതായിരിക്കുന്ന ആമാശയമാണ്. തിന്നാനും കുടിക്കാനും ഒക്കെ ദൈവം തരുന്നതായിരിക്കുന്ന ആരോഗ്യം, ദൈവം തരുന്നതായിരിക്കുന്ന അവസരം, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണ്. ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഭക്തന്മാരുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നം ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയമെന്നും ഭൗതികമെന്നും പറഞ്ഞ് രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ആത്മീക കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ. ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ. അപ്പോൾ ആത്മീകം എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യമാണ്? ഞായറാഴ്ച ആത്മീയ കാര്യമാണ്. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞുകൂടി കഴിഞ്ഞ ശേഷം വീട്ടിലോട്ട് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നതോ അത് ആത്മീയമല്ല. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇച്ചിരി അന്യായമായിട്ടൊക്കെ ഡ്രൈവ് ചെയ്താലും പ്രശ്നമില്ല. കാരണം അത് ആത്മീയം കഴിഞ്ഞല്ലോ. 2 മണിയോടുകൂടെ ആത്മീയം കഴിഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് സംസാരിക്കുമ്പോൾ ആത്മീയമാണോ? ആത്മീയം അത് നമ്മൾ ചർച്ചിൽ വെച്ചേച്ച് പോയിരിക്കുന്ന കാര്യമാണ്. അത് ആത്മീയമൊന്നുമില്ല. പിന്നെ അയലോകക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴോ ആത്മീയം വന്നു? അതൊക്കെ മാറി. 2 മണി കഴിഞ്ഞതോടുകൂടി ആത്മീയം തീർന്നു. തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ആത്മീയമാണോ? ആത്മീയം അത് ആത്മീയമൊന്നുമല്ല. ജോലിക്ക് പോകുമ്പോൾ ആത്മീയമുണ്ടോ? ഇല്ല. അതൊക്കെ നമ്മൾ ചില സമയത്തേക്കും ചില ഇടങ്ങളിലേക്കും പരിമിതപ്പെടുത്തി വെച്ചിരിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. പൗലോസ് സമ്മതിക്കുകയില്ല, കർത്താവായ യേശുക്രിസ്തു സമ്മതിച്ചു തരികയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആരാധനയും ദൈവത്തോടുള്ളതായിരിക്കുന്ന ഭക്തിയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന നിർബന്ധമാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനത്തിൻ്റെ നിബന്ധന എന്താണ് എന്ന് ചോദിച്ചാൽ, തിന്നാലും കുടിച്ചാലും ജീവിതത്തിലെ ഏറ്റവും സാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ, ആത്മീകമെന്ന് പറയുവാൻ നിർവാഹമില്ലാത്ത കാര്യങ്ങൾ, അത് ആത്മീകമാണ്. യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി നിൽക്കുമ്പോൾ അടുത്തുള്ള ആളിനോടുള്ളതായിരിക്കുന്ന സംസാരം എന്ന് പറയുന്നത് ആത്മീയമാണോ? അതെ, അത് ആത്മീയമാണ്. ഇറ്റ് ഈസ് സ്പിരിച്വൽ. അവർ ഓൾ റിലേഷൻഷിപ്സ് ആർ സ്പിരിച്വൽ. നമ്മളുടെ നടപ്പ്, നോട്ടം, ചിന്ത, വ്യാപാരം, നമ്മളുടെ എല്ലാ പരിപാടികളും ആത്മീകമാണ്. അപ്പോൾ ആ നിലയിൽ വേണം നമ്മൾ ജീവിതത്തെ കാണാനായിട്ട്. തിന്നാലും കുടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവത്തിന് മഹത്വം വരത്തക്ക രീതിയിൽ, ദൈവനാമത്തിന് പുകഴ്ച വരത്തക്ക രീതിയിൽ, ആത്മീക വർധന വരത്തക്ക രീതിയിൽ, ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അങ്ങനെയല്ലേ കർത്താവ് ജീവിച്ചത്? കർത്താവിൻ്റെ ജീവിതത്തിൽ ഏത് ഭാഗമായിരുന്നു ആത്മീകം, ഏത് ഭാഗമായിരുന്നു ആത്മീകമല്ലാത്തത്? അങ്ങനെ ഒരു വേർതിരിവില്ല. ദർ ഈസ് നോ ഡൈക്കോട്ടമി. നമ്മുടെ ജീവിതത്തിലും ആത്മീകമെന്നും ആത്മീകമല്ലാത്തത് എന്നും 2 തരത്തിൽ അതിനെ തിരിക്കാനായിട്ട് അനുവാദം തന്നിട്ടില്ല. നമ്മുടെ എല്ലാ വ്യാപാരങ്ങളും, എല്ലാ ഇടപാടുകളും, എല്ലാ ബന്ധങ്ങളും ദൈവം ആത്മീകമായി സൂക്ഷിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നതായിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു പ്രസിദ്ധനായിരിക്കുന്ന ദൈവഭക്തനായിരിക്കുന്ന ആൾ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ബ്രദർ ലോറൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവിടെ കത്തോലിക്ക പശ്ചാത്തലത്തിലുള്ളതായിരിക്കുന്ന ഒരു കഥയാണ്. എന്നാൽ ഇദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആശ്രമത്തിൽ പാർക്കുന്നതായിരിക്കുന്ന ഒരു കുശിനിക്കാരനായിരുന്നു ബ്രദർ ലോറൻസ്. അപ്പോൾ അവിടെ ഒരു ഭക്തനായ മനുഷ്യനുണ്ട്, ഒരു വിശുദ്ധനുണ്ട് എന്ന് അടുത്ത ആശ്രമത്തിലുള്ള ആളിന് ഒരു ദർശനം കിട്ടി എന്നാണ് കഥയിൽ. അപ്പോൾ ഈ ആശ്രമത്തിൽ വന്ന് ആശ്രമത്തിൻ്റെ അധികാരിയോട് ചോദിച്ചു, ഈ ആശ്രമത്തിൽ ഒരു ഭക്തനായ വിശുദ്ധനായ ഒരു മനുഷ്യനുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നു, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആശ്രമത്തിൻ്റെ അധിപൻ അങ്ങനെ നിന്നുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ ആശ്രമത്തിൽ ഏറ്റവും വിശുദ്ധനായിരിക്കുന്ന ആളാരായിരിക്കും? താനല്ലാതെ വേറെ ആവില്ലല്ലോ. പക്ഷേങ്കിൽ മറ്റേയാളുടെ മുഖത്ത് നോക്കിയിട്ട് അത്ര ഒരു വലിയ ബഹുമാനം തോന്നിയില്ല. എന്നാൽ ഓരോരുത്തരെയായിട്ട് വരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ധ്യാന നിമഗ്നന്മാരായിരിക്കുന്ന ആളുകളെയൊക്കെ വരുത്തി അവരാരുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേ പറഞ്ഞു, ഇനി കൊണ്ടൊരുത്തനുണ്ട്, അവൻ കുശിനിക്കാരനാണ്. ഏതായാലും വന്നതല്ലേ, അദ്ദേഹം കൂടെ ഇങ്ങോട്ട് വരട്ടെ.
അപ്പം ബ്രദർ ലോറൻസ് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. ഞാൻ കണ്ട മനുഷ്യൻ ഇതാണ് എന്ന് പറഞ്ഞു. ഉടനെ അവിടെയുള്ള ധ്യാന നിമഗ്നരായിരുന്ന ആളുകളൊക്കെ ചോദിച്ചു, എടാ ലോറൻസേ, ഞങ്ങളറിയാതെ നീ എങ്ങനെയാണ് വിശുദ്ധനായത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പം എനിക്കും വന്നത് പ്രാർത്ഥിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. പക്ഷേ അതെനിക്ക് സാധിക്കില്ല, എൻ്റെ ജോലി അതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മുറ്റമടിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ മലിനമായിരിക്കുന്ന ഈ മുറ്റം അടിച്ച് വൃത്തിയാക്കുന്നത് പോലെ എൻ്റെ മലിനമായ ഹൃദയത്തെ നിൻ്റെ ആത്മാവ് വിശുദ്ധമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ കഞ്ഞിക്ക് തീയെ കത്തിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ ഇതുപോലെ നിൻ്റെ ആത്മാവിൻ്റെ ഒരു അഗ്നി കത്തിച്ചിരുന്നുവെങ്കിൽ അതെത്ര പ്രയോജനകരമായ ഒരു ജീവിതമായിട്ട് മാറുമായിരുന്നു. കലം തേക്കുന്നുടനെ അദ്ദേഹം പ്രാർത്ഥിക്കും, കർത്താവേ, ഇതിൽ കരിയും ചെളിയും ഒക്കെ പറ്റി ഇത് വികൃതമായിരിക്കുന്ന രീതിയിലാണ് എൻ്റെ ജീവിതം, നീ അതിനെ ഒന്ന് തേച്ച് മിനുക്കി അതിനെ ഒന്ന് മനോഹരമാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഭക്തനാകാനായിട്ട് പ്രത്യേകമായിരിക്കുന്ന ജോലിയും ദൗത്യവും ഒന്നും ആവശ്യമില്ല. ജീവിതത്തിൻ്റെ സാധാരണമായിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലാണ് മനുഷ്യർക്ക് ഭക്തന്മാരായി തീരുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ എന്ത് തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്ന ആ ഒരു നിലയിലാണ് സാക്ഷാൽ ഭക്തന്മാർ ജനിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്നാമത്, അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവഹണത്തിനായിട്ടല്ല, മറ്റുള്ളവരുടെ പ്രയോജനത്തിനും ആത്മീയ വർധനയ്ക്കും മറ്റുള്ളവരുടെ ഗുണത്തിനുമായി പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്, നമ്മളുടെ പ്രവർത്തനത്തിൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട മതപരമായിരിക്കുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല. എന്നാൽ സാമൂഹിക ബന്ധങ്ങളിൽ ആ നിലയിലുള്ള വേർപാട് നമുക്ക് സൂക്ഷിക്കാൻ ആവശ്യമില്ല. മൂന്നാമത്, നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവിൻ്റെയും തൻ്റെ ശിഷ്യന്മാരുടെയും മാതൃക ഏറ്റെടുത്തുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ പ്രിയ സഹോദരൻ നേരിട്ടതായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ അവിടുന്ന് തനിക്ക് ആശ്വാസമായി തീർന്നു എന്ന് ഞങ്ങൾ ധൈര്യപ്പെട്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങൾ എന്ത് ചെയ്താലും അവിടുത്തെ നാമത്തിന് മഹത്വത്തിനായിട്ട് ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.